ഭഗവാനെ ഗോകർണത്തപ്പ. അവിടെ കൈലാസത്തിലിരുന്ന് ഇങ്ങ് ഭൂലോകത്ത് നടക്കുന്നതെല്ലാം അങ്ങ് കാണുന്നില്ലേ? ഭവത്രാതനെ കുറിച്ചാണ് നാം പറയുന്നത്. രാത്രീഞ്ചര ജന്മമാകാൻ വേണ്ടി എന്തിനാണ് അവൻ അനുഗ്രഹിച്ചത്? ഹേ നാരദശ്രേഷ്ഠ, ചെമ്പകപ്പൂക്കൾ കൊണ്ടുള്ള അർച്ചന നമുക്ക് ബഹുപഥ്യമാണെന്നറിയില്ലേ? അങ്ങനെ അർച്ചന നടത്തുന്ന ഭക്തന്റെ അഭീഷ്ടം നാം സാധ്യമാക്കിയിരിക്കും. അഹന്തയും രാക്ഷസവൃത്തികളും ഭവത്രാതന് വിധിച്ചിട്ടുള്ളതാണെന്നറിയുക. സമയമാകുമ്പോൾ അവന്റെ പതനവും സംഭവിക്കും. ശംഭോ മഹാദേവ. നാരായണ നാരായണ. ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. ഭഗവാനേ, ശ്രീശങ്കര, ഭയദുഃഖ വിനാശക, പരമപ്രഭു, അടിയന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും അങ്ങ് കാണുന്നില്ലേ? നാടൊട്ടുക്കും നടന്ന് കൊള്ളയടിക്കുന്ന ആ പരമദുഷ്ടൻ അടിയങ്ങളുടെ തറവാടും കൊള്ളയടിച്ചതാണ്. അന്നു മുതലാണ് അടിയങ്ങൾ ദരിദ്രരായത്. ഇപ്പോൾ രാജാവ് ദാനമായി തന്ന സ്വത്തുക്കളിൽ പകുതിയും അവന് കൊടുത്തു. എന്നിട്ടും അവൻ പകൽ കൊള്ളയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അടിയങ്ങൾ എങ്ങനെ ജീവിക്കും? അടിയങ്ങളുടെ മകളുടെ വിവാഹം മുടങ്ങിയത് തന്നെ ജീവിക്കാൻ നിവൃത്തിയില്ല പ്രഭു. സങ്കടമുക്തി വരുത്തണേ ഭഗവാനെ. സഹോദരി, പ്രണാമം മഹർഷേ. പ്രണാമം. നിങ്ങൾ? ഭാഗീരഥി. അടിയനൊരു സാധു ബ്രാഹ്മണ സ്ത്രീയാണ്, ശിവഭക്തയുമാണ്. എന്റെ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞ് ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതി വന്നതാ. എന്താണ് നിങ്ങളുടെ സങ്കടം? ബ്രാഹ്മണ കുലത്തിന് ശാപമായി പിറന്ന ഭവത്രാതനാണ് ഞങ്ങളുടെ സങ്കടം. മുമ്പൊരിക്കൽ ഞാനും ഭർത്താവും മകളും കൂടി ഒരു ദൂരയാത്രയ്ക്ക് പോയപ്പോൾ ആ പരമദ്രോഹി ഞങ്ങളുടെ തറവാട് കൊള്ളയടിച്ച് എല്ലാം കടത്തിക്കൊണ്ടുപോയി. അന്നു മുതൽ ഞങ്ങൾ ദരിദ്രരായി. ജന്മനാ മുടന്തനായ ഭർത്താവിന് കാര്യമായ പണികളൊന്നും എടുക്കാൻ കഴിവില്ല. വലിയ തറവാടുകളിലും കോവിലകങ്ങളിലും പോയി ദാസ്യപ്പണി ചെയ്ത ഞങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ മകൾ എന്ത് ചെയ്യുന്നു? ഒരേ ഒരു മകളാ ഞങ്ങൾക്ക്. അവളെ ഞങ്ങൾ ദാസ്യപ്പണി എടുക്കാനൊന്നും വിടില്ല. അവളെ കെട്ടിച്ചയക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോ ഞാൻ നേരിട്ട് പോയി രാജാവിനോട് സങ്കടം പറഞ്ഞു. ആ സമയത്ത് രാജാവിന്റെ ഉറ്റ സുഹൃത്തും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ ആ കുലദ്രോഹി ഭവത്രാതനും കൊട്ടാരത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ തീരെ പാവങ്ങളാണെന്നും കൈയയച്ച് സഹായിക്കണമെന്നും അവൻ രാജാവിനോട് ശുപാർശ ചെയ്തു. എന്നിട്ട് കുറെ പണവും കുറച്ചേറെ ആഭരണങ്ങളും പുതുവസ്ത്രങ്ങളും എനിക്ക് ദാനമായി തന്നു. കൂട്ടത്തിൽ ഒരു പശുവിനെയും ദാനമായി തന്നു. ആ, നന്നായി. ഗോദാനം മഹത്തായ ദാനമാണ്. എന്നിട്ട് സമ്മാനങ്ങളുമായി തറവാട്ടിൽ വന്നു കയറേണ്ട താമസം. ആ സാമദ്രോഹി അട്ടഹസിച്ചുകൊണ്ട് തറവാട്ടിൽ വന്നു. അവന്റെ ശുപാർശ പ്രകാരം കിട്ടിയ സമ്മാനങ്ങളുടെ എല്ലാം പകുതി അവന് കൊടുക്കണമെന്ന്. എന്നിട്ട് കൊടുത്തോ? കൊടുത്തില്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ മുടന്തില്ലാത്ത കാലും തല്ലി ഓടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന രാക്ഷസനല്ലേ. പകുതി പകുത്തു കൊടുത്തു. ഇപ്പൊ അവന്റെ ആവശ്യം എന്താണെന്നോ? രാജാവ് ദാനമായി തന്ന പശുവിന്റെയും പകുതി കിട്ടണമെന്ന്. നാരായണ
പശുവിന്റെയും പകുതി കിട്ടണമെന്നോ? അതെ, പശുവിനെ നെടുകെ ഛേദിച്ച് ഒരു ഭാഗം അവന് കിട്ടണമെന്ന് പറഞ്ഞു. ഹോ, മനുഷ്യന്റെ ഒരു അധപ്പതനം. അരുത് സഹോദരി, ഒരിക്കലും പശുവിനെ ഛേദിക്കരുത്. ഗോമാതാവിന്റെ മാഹാത്മ്യം അറിയാമോ സഹോദരിക്ക്? എനിക്കങ്ങനെ വലിയ അക്ഷരാഭ്യാസം ഒന്നുമില്ല മഹർഷേ. എങ്കിൽ വരൂ, നാം പറഞ്ഞു തരാം. ശംഭോ മഹാദേവ. ഗോമാതാവ് എന്നും പൂജിക്കപ്പെടേണ്ടതും പരിപാലിക്കപ്പെടേണ്ടതുമായ ദിവ്യജന്മമാണ്. ഗോമാതാവിന്റെ വലതു കൊമ്പിൽ ഗംഗയും ഇടതു കൊമ്പിൽ യമുനയും സ്ഥിതി ചെയ്യുന്നു. കൊമ്പിന്റെ മധ്യഭാഗത്ത് സരസ്വതിയും മുൻകാലിൽ ബ്രഹ്മദേവനും ശിവനും പരിവാരങ്ങളും, പിൻപുറത്ത് വിഷ്ണുവും പൊക്കിളിൽ അനേകം തീർത്ഥങ്ങളും കുടികൊള്ളുന്നു. വയറിന്റെ വലതുഭാഗത്ത് മുനിമാരും ഇടതുഭാഗത്ത് സകല ദേവന്മാരും, വയറിന് കീഴിൽ സകല നദികളും സ്ഥിതി ചെയ്യുന്നു എന്നറിഞ്ഞാലും ഗോദാനത്തിനും ഭൂമിദാനത്തിനും തുല്യഫലമാണ്. ഗോവിനെ ദാനം കൊടുത്താൽ ചെയ്ത പുണ്യത്തിന്റെ 8 ഇരട്ടി പുണ്യം അധികമായി ലഭിച്ചിരിക്കും. അങ്ങനെയുള്ള പശുവിനെ കീറി മുറിക്കരുത്. അവൻ കത്തിയുമായി വന്ന് കീറി മുറിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും മഹർഷേ? പശുവിന് പോറലേൽക്കാതെ ജീവനോട് അവന് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ പശുവിനെ കൊടുത്താൽ അവൻ കശാപ്പുകാർക്ക് വിറ്റിരിക്കും. പശുവിന്റെ മാഹാത്മ്യം കൂടി കേട്ടപ്പോ ഒരു സമാധാനവും ഇല്ല മഹർഷേ. വിഷമിക്കാതെ. എത്ര മഹാദുഷ്ടനായാലും ശക്തനായാലും ഗോമാതാവിനെ നിഹനിക്കാൻ അവന് കഴിയില്ല. സഹോദരി ക്ഷേത്രത്തിൽ പോയി ശ്രീ പരമേശ്വരനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഭഗവാൻ ഗോമാതാവിന് ചുറ്റും ശക്തമായ ഒരു സുരക്ഷാ വലയം സൃഷ്ടിച്ചിരിക്കും. സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. ഹേ മഹാദേവ, ബാലനേത്ര, അങ്ങ് അനുഗ്രഹം കൊടുത്ത ഉത്തമ ഭക്തന്റെ അഭിലാഷം അങ്ങ് കാണുന്നില്ലേ? ഗോമാതാവിനെ പങ്കിട്ട് കിട്ടണമെന്ന്. അങ്ങ് പശുപതിയുമാണല്ലോ ദേവ. ഭവത്രാതനെ ഇനിയും അങ്ങ് വാഴിക്കാനാണോ ഭാവം? ഹേ നാരദ ശ്രേഷ്ഠ, നാം അങ്ങയ്ക്കൊരു സ്വാതന്ത്ര്യം നൽകുന്നു. ഭവത്രാതന് എന്തു ശാപമാണ് നൽകേണ്ടതെന്ന് അങ്ങ് തന്നെ തീരുമാനിച്ചാലും. അങ്ങയുടെ ശാപം എന്തു തന്നെ ആയാലും അത് ഫലിക്കുന്നതായിരിക്കും. ഭവത്രാതൻ നമ്മുടെ ഭക്തനായതുകൊണ്ട് ശാപത്തിൽ നിന്നും മുക്തി നേടിയ ശേഷം നമ്മുടെ സമക്ഷത്തിൽ തന്നെ വന്നു ചേരാനുള്ള ശാപമോക്ഷവും നൽകുക. മംഗളം ഭവിക്കട്ടെ. ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. നാരായണ നാരായണ. നാം സഹോദരിക്ക് ഈ വിഗ്രഹം സമ്മാനിക്കുന്നു. ഈ ശിവലിംഗം ഇല്ലത്ത് വച്ച് പൂജിക്കുക. ഭഗവാനെ, ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ഏകാഗ്രമായ മനസ്സോടെ അല്ലല്ലോ. ഭവത്രാതന്റെ ഉപദ്രവം ഉണ്ടാകുമോ എന്ന് ഭയന്നല്ലേ? ഇനി അത് വേണ്ട. ഇല്ലത്ത് തികഞ്ഞ ഏകാഗ്രതയോടെ തന്നെ പ്രാർത്ഥിച്ചോളൂ. നന്ദി മഹർഷേ. വേളി കഴിയാത്ത മകൾ നിരന്തരം പൂജിക്കട്ടെ. അധികം വൈകാതെ കുട്ടിയുടെ വേളി നടന്നിരിക്കും. ഭവത്രാതന് ഇനി അധികകാലമില്ലെന്നും സമാധാനിക്കുക. മംഗളം ഭവിക്കട്ടെ. നന്ദി മഹർഷേ. പ്രണാമം. ശംഭോ മഹാദേവ. ഗംഗേ, മോളെ ഗംഗേ.
രാജാവ് ദാനം ചെയ്ത പശുവിനും എന്റെ പേര് തന്നെ ഇട്ടതുകൊണ്ടല്ലേ അച്ഛാ എന്നെ വിളിക്കുമ്പോ പശു വിളിയേക്കുന്നത്. ഗംഗ എന്ന പശുവിനെ കുറിച്ചും ആ പേരുള്ള നിന്നെക്കുറിച്ചും ഓർത്ത് ആധി പിടിക്കാനാണല്ലോ മോളെ ഞങ്ങളുടെ വിധി. പശുവിനെ ഏത് നിമിഷവും ആ കുലദ്രോഹി ഉപദ്രവിക്കുമെന്നുള്ള ആധി. നിന്റെ കാര്യത്തിൽ നിന്റെ വേളി നടക്കുന്നില്ലല്ലോ എന്ന ആധി. ആ അച്ഛൻ എന്തിനാ എന്നെ വിളിച്ചത്? നിന്റെ അമ്മ ക്ഷേത്രത്തിൽ പോയിട്ട് നേരം കുറെ ആയല്ലോ. എന്താ ഇത്ര വൈകുന്നത്? കുറച്ചു കാലം കൂടിയല്ലേ അമ്മ അമ്പലത്തിൽ പോകുന്നത്. നമ്മുടെ സങ്കടങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് കരഞ്ഞു തൊഴുത് പ്രാർത്ഥിച്ചു നിൽക്കുകയായിരിക്കും. ബ്രാഹ്മണ കുലത്തിന്റെ അന്തകനായി പിറന്നിരിക്കുന്ന ആ ഭവത്രാതനെയാണ് മോളെ അച്ഛന് പേടി. അമ്പലത്തിൽ ആരും കയറി പ്രാർത്ഥിക്കാതിരിക്കാൻ വിഗ്രഹത്തിനെ ചൈതന്യമില്ല എന്ന് വിളിച്ചുകൂവി നടക്കുകയല്ലേ അവൻ. ഭാഗീരഥി എങ്ങാനും ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചു നിൽക്കുന്നത് കണ്ടാൽ ആ നീചൻ അവളെ ഉപദ്രവിക്കില്ലേ? പേടിക്കണ്ട അച്ഛാ. രാവിലെ ക്ഷേത്രത്തിൽ വന്ന് 101 പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് അയാൾ ക്ഷേത്രം വിട്ടു പോകും. പിന്നെ പിറ്റേന്ന് രാവിലെ മാത്രമേ വരുള്ളൂ. അയാൾ അതിരാവിലെ അർച്ചനയും കഴിച്ചങ്ങ് പോവും. മോളെ ഗംഗേ, ശിവലിംഗമോ? ഇതെവിടുന്ന് കിട്ടി ഭാഗീരഥി? ഒക്കെ പറയാം. ക്ഷേത്രത്തിൽ വെച്ചൊരു മഹർഷിയെ കണ്ടു. ഈ നാട്ടിലോ മറുനാട്ടിലോ ഉള്ള മഹർഷിയൊന്നും അല്ല. കയ്യിൽ ഒരു വീണയുമുണ്ട്. മുഖത്ത് എന്താ ചൈതന്യം! അപാരജ്ഞാനവും ദിവ്യത്വവും ഒക്കെയുണ്ട്. അദ്ദേഹം സമ്മാനിച്ചതാ ഈ ശിവലിംഗം. ഇല്ലത്ത് വെച്ച് പൂജിക്കാൻ പറഞ്ഞു. അമ്മ എന്തോ സൗഭാഗ്യം കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നൊരു തോന്നൽ എനിക്കും ഉണ്ടായി. ഒഴിഞ്ഞു കിടക്കുന്ന അറ കഴുകി വൃത്തിയാക്കി ഇതവിടെ വെക്കാം. ആ, എന്നാൽ ഇനി മുതൽ പൂജയും കാര്യങ്ങളും ഒക്കെ നീ മുടങ്ങാതെ നോക്കിയാ മതി. ശരി അച്ഛാ. മോളെ, മഹർഷി പറഞ്ഞത് എന്താണെന്നോ? മംഗല്യം കഴിയാത്ത മകൾ ഈ ശിവലിംഗം പൂജിച്ചാൽ പെട്ടെന്ന് മംഗല്യം നടക്കുമെന്നാ. നല്ല നേരത്താ ഇന്ന് ക്ഷേത്രത്തിൽ പോയത്. എല്ലാം കൊണ്ടും ആശ്വാസവും പ്രതീക്ഷയും ഒക്കെ തോന്നുന്നു. ആ മഹർഷി പശുവിന്റെ മാഹാത്മ്യം പറഞ്ഞു തന്നു. പശുവിന്റെ ദേഹത്ത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, നദികൾ, സമുദ്രങ്ങൾ ഒക്കെ ഉണ്ടത്രേ. മാഹാത്മ്യം കേട്ടിട്ട് എന്താ കാര്യം? നമ്മുടെ പശുവിന്റെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോ വീണ്ടും ആധി കയറാൻ തുടങ്ങുന്നു. ഒട്ടും പേടിക്കേണ്ട. മുടങ്ങാതെ ശിവപൂജ നടത്തിയാൽ പശുവിന് ചുറ്റും ആർക്കും കാണാൻ കഴിയാത്തൊരു വലയം ഉണ്ടാകുമെന്നാ മഹർഷി പറഞ്ഞത്. പശുവിനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഭവത്രാതൻ ഇനി അധിക കാലം ഇല്ലെന്നും പറഞ്ഞു. വിഷമിക്കാതെ. ഈ നാട്ടുകാർക്ക് നല്ല കാലം തെളിയുന്നു. ഭഗവാനെ, വാ മോളെ. ഭഗവാനെ, കൈലാസനാഥ, ഗിരിജാവല്ലഭ, ഗംഗാ ഗോവിനെ കാത്തു രക്ഷിച്ചു കൊള്ളണമേ. ഈ ഉള്ളവളുടെ വേളി നടക്കാത്തതിൽ മനം നൊന്ത് കഴിയുന്ന അച്ഛനമ്മമാരുടെ സങ്കട നിവൃത്തി വരുത്തണമേ. എന്റെ മനസ്സിലെ സങ്കല്പം അനുസരിച്ചുള്ള ഒരു സാധുവരനെ കിട്ടുമാറാകണേ. ഈ ഇല്ലത്തിന്റെയും നാടിന്റെയും സ്വൈര്യത കെടുത്തുന്ന ഭവത്രാതൻ എന്ന അസുരനെ ഇല്ലായ്മ ചെയ്യണേ കൈലാസനാഥ. ഗംഗാധര, ശ്രീനീലകണ്ഠ, ഭഗവാനെ അനുഗ്രഹമുണ്ടാവണേ.
സദാശിവ, ഈ പൂക്കളൊക്കെ എവിടെ കൊണ്ടുപോകുന്നു? അത് ഭഗവാൻ അർച്ചിക്കാൻ. ക്ഷേത്രവളപ്പിലുള്ള ഈ ചെമ്പകത്തിലെ പൂവേ ഈ പവിത്രാദനം മാത്രം അർപ്പിക്കാനുള്ളതാണ്. അത് അർപ്പിച്ച് കിട്ടുന്ന പുണ്യം മറ്റൊരുത്തനും കിട്ടാൻ പാടില്ല. ആ വീണാപാണി ബ്രാഹ്മണൻ ഇനിയും ഈ ദേശം വിട്ട് പോയിട്ടില്ല. അയാൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്ത് അയാളെ ഈ മണ്ണിൽ വേരുറപ്പിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നടക്കില്ല സദാശിവ. എന്റെ കൈക്കരുത്ത ആ ബ്രാഹ്മണനും അറിഞ്ഞിരിക്കും, തല്ലി ഓടിക്കും ഞാൻ. പവത്രാത, വല്ലാതെ അഹങ്കരിക്കേണ്ട നിങ്ങൾ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ബ്രാഹ്മണൻ ഭൂലോകവാസിയല്ല, സ്വർലോകത്ത് വസിക്കുന്ന മഹാതപസ്യാണ്. അദ്ദേഹത്തോട് മുഷ്ക് കാണിച്ചാൽ നിന്റെ പതനം സംഭവിച്ചിരിക്കും. അധികകാലം വിളങ്ങാൻ പോകുന്നില്ല, ഓർമ്മിച്ചോ? നിർത്ത്. നമ്മെ ആരും പഠിപ്പിക്കാൻ നോക്കണ്ട, വയ്ക്കോ. ചെമ്പകമരമേ, ഇനിയെങ്കിലും സത്യം പറയൂ. നിന്റെ പൂക്കളെല്ലാം പറിച്ചെടുക്കുന്നത് ആ ബ്രാഹ്മണനല്ലേ? പറയൂ, നിന്റെ പൂക്കൾ ഇറുത്തെടുക്കുന്നത് ആ ബ്രാഹ്മണനല്ലേ? അറിയില്ല. അറിയില്ലേ? ഇപ്പോഴും നമ്മോട് അസത്യം ഉച്ചരിക്കുന്നു നീ. നമ്മോട് അസത്യം പറഞ്ഞതുമൂലം ഇനി മുതൽ ശിവപെരുമാൾ കോവിലുകളിൽ ചെമ്പക പുഷ്പങ്ങൾ പൂജയ്ക്കെടുക്കാതെ പോകട്ടെ.